ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ 1-2 വീഡിയോകളായിട്ട് നമ്മൾ എന്താണ് ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റം, അതിൽ എൻവിസേജ് ചെയ്യപ്പെടുന്ന കോഴ്സുകളുടെ കാറ്റഗറീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്രെഡിറ്റ് അക്കാഡമിക് ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ, സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, മാർക്ക് എത്രമാത്രം മാർക്കുകളാണ് നമുക്ക് ഉണ്ടാവുക, എത്ര കോഴ്സസ് നമ്മൾ പഠിക്കേണ്ടതിരുന്നു അല്ലേ, എങ്ങനെയാണത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ഓക്കെ. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അതിൻ്റെ മാർക്കിംഗ് ഇവാലുവേഷൻ നടക്കുക, ഇൻറ്റേർണലും എക്സ്റ്റേർണലും എങ്ങനെയൊക്കെയാണ് നടക്കുക, അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ, ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നോക്കുന്നത്, സാധാരണ രീതിയിൽ BA BSc BCom കുട്ടികൾ 6th സെമിസ്റ്റർ ആകുമ്പോൾ, 6ാമത്തെ സെമിസ്റ്ററിൽ അവസാനത്തെ സെമിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ പ്രോജക്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പ്രോജക്റ്റ് ഇവാലുവേഷൻ, അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റിൻ്റെ ഇവാലുവേഷൻ എന്താണ്, ഏത് രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ BCom പ്രോഗ്രാമിന് പ്രോജക്റ്റ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള ടോട്ടൽ മാർക്ക് എന്നാണ്, പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പറയുക, ഒരു കോർ കോഴ്സായിട്ടാണ് അത് വരിക. അതിൻ്റെ ആകെ മാർക്ക് 50 മാർക്കാണ്. ഓക്കെ, 50 മാർക്ക്. അപ്പോൾ അതിൽ 20% എന്ന് പറഞ്ഞാൽ 10 മാർക്കാണ്. ഈ 10 മാർക്ക് ഇൻറ്റേർണലും ബാക്കി 40 മാർക്ക് എക്സ്റ്റേർണലും. ഈ രീതിയിലാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ BCom പ്രോഗ്രാമിന് വെച്ചിരിക്കുന്നത്. ഇതിൽ മാർക്കിൻ്റെ കേസിൽ BAയിലോ BSCയിലോ ചെറിയ വ്യത്യാസം വരാം. പക്ഷേ എങ്കിലും അവർക്കും ഈ രീതിയിൽ തന്നെ അല്ലേ, 20% ഇൻറ്റേർണൽ ആൻഡ് 80% എക്സ്റ്റേർണൽ എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്താണ്? സോ ഇൻറ്റേർണൽ ഇവാലുവേഷൻ വിൽ ബി ഡൺ ബൈ സൂപ്പർവൈസിങ് ടീച്ചർ. ഒരു പ്രോജക്റ്റിൻ്റെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ, നമ്മൾ പ്രോജക്റ്റ് ഇവാലുവേഷനെ കുറിച്ചാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോജക്റ്റ് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണ് അല്ലേ, നമുക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു പഠനം, ചെറിയൊരു പഠനം നടത്തുകയും അല്ലേ, ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലേ, ഒരു റിസർച്ചിൻ്റെ രൂപത്തിൽ, ചെറിയൊരു മൈനർ റിസർച്ചിൻ്റെ രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിഷ്ഡ് സോഴ്സസ് എന്നുള്ള ഇൻഫർമേഷൻ വെച്ച് സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ടോ പ്രൈമറി ഡാറ്റ ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു റിസർച്ച് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ. 6ാമത്തെ സെമിസ്റ്ററിലാണ് നമ്മളത് ചെയ്യേണ്ടത്. 6ാമത്തെ സെമിസ്റ്ററിന് മുമ്പായിട്ട് 5ാമത്തെ സെമിസ്റ്റർ വരുമ്പോൾ തന്നെ നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, ഒരു കോഴ്സ് പഠിക്കാനുണ്ടാവും, കോർ കോഴ്സായിട്ട്. അപ്പോൾ ആ റിസർച്ച് മെത്തഡോളജിയുടെ കോഴ്സിൽ നമ്മൾ പഠിക്കും എന്താണ് ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ സമീപിക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെയാണ്, ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, പിന്നീട് എന്ത് ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫേസസ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതൊരു കോഴ്സായിട്ട് തന്നെ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചെയ്യുന്ന നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഇവാലുവേഷൻ എങ്ങനെ നടക്കുന്നു. സോ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേർണലും ഉണ്ട്. 20% 80% റേഷ്യോ തന്നെയാണ് വരിക. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റിന് കുറച്ച് കുട്ടികളെ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൂപ്പർവൈസിങ് ഒരു ടീച്ചറുടെ കീഴിലായിരിക്കും അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 4 ആൾക്കാരുണ്ടെങ്കിൽ, 4 ആളുകളുണ്ടെങ്കിൽ 4 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 4 ടീച്ചേഴ്സിനെ കുട്ടികളെ ഡിവൈഡ് ചെയ്യും. മൊത്തം കുട്ടികളെ 4 ടീച്ചേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 9 പേരാണ് ഉള്ളതെങ്കിൽ 9 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യും. 8 പേരാണെന്നുണ്ടെങ്കിൽ 8 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ടീച്ചറുടെ കീഴിൽ ചിലപ്പോൾ 15 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 8 അങ്ങനെയൊക്കെ ആൾക്കാർ വരാം. ഇങ്ങനെ വരുന്ന കുട്ടികളെ ആ കൺസേൺഡ് സൂപ്പർവൈസിങ് ടീച്ചറാണ് അവർക്ക് ആവശ്യമായുള്ള ഗൈഡൻസ് കൊടുക്കുക. ക്ലിയർ? അവരുടെ ടോപ്പിക് എന്താണ്, അവർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി തയ്യാറാക്കി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് തരും, ഒക്കെ ചെയ്യും. ക്ലിയർ? ഈ രീതിയിലൊരു സൂപ്പർവൈസിങ് ടീച്ചർ ഇൻറ്റേർണൽ ഇവാലുവേഷൻ നിങ്ങൾ ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ സൂപ്പർവൈസിങ് ടീച്ചർ ചെയ്യുന്നു. സോ സബ്മിഷൻ ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ്
and presence of the student for Viva are compulsory for internal evaluation. Clear? നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ വൈവ അറ്റൻഡ് ചെയ്യുന്നതിന് ഇൻറ്റേർണൽ വൈവ എന്നാണ് പറയാം. ക്ലിയർ? നമ്മൾ സൂപ്പർവൈസിങ് ടീച്ചർ നമുക്ക് മാർക്ക് തരുന്നതിന് വേണ്ടി നടത്തുന്ന വൈവിക്ക് പറയുന്ന പേര് ഇൻറ്റേർണൽ വൈവ. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് വൈവ അറ്റൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് മാർക്കിംഗ് വരിക? ക്ലിയർ? അപ്പോൾ ആകെ 10 മാർക്കാണുള്ളത്, അല്ലെങ്കിൽ 20%, 20%, 30%, 30% ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? എങ്ങനെയാണ് മാർക്ക് വരിക? ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി, അല്ലേ, മറ്റുള്ള ആൾക്കാരിൽ നിന്നും കോപ്പി അടിക്കാതെ നല്ല രീതിയിൽ നമ്മുടേതായിട്ടുള്ളൊരു ആശയം, നമ്മുടേതായിട്ടുള്ളൊരു പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ ഫൈൻഡിങ്ങിന് വേണ്ടി നമ്മളൊരു ഐഡിയ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്ക് അത് ഒറിജിനൽ ആണെങ്കിൽ, അതിൻ്റെ കണ്ടൻറ്റൊക്കെ ഒറിജിനൽ ആണെങ്കിൽ, ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ 20% മാർക്ക്, ദാറ്റ് ഈസ് 2 മാർക്ക് കിട്ടും. മെത്തഡോളജി, നമ്മൾ എന്ത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അല്ലേ, നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്നത്, അങ്ങനെയാണ് അതിൻ്റെ മെത്തഡോളജി എന്ന് പറയുക. സോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 20%, ദാറ്റ് ഈസ് 2 മാർക്ക് കിട്ടും. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നല്ല രീതിയിൽ സ്കീമായിട്ട്, അല്ലേ, ചാപ്റ്റർ സ്കീമിംഗ് എന്നൊക്കെ നമ്മൾ പറയും, ഇൻട്രഡക്ഷൻ കാണിച്ച്, ക്ലിയർ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ചെയ്ത്, ഓക്കെ, അതുപോലെ നമുക്ക് തിയറി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കൊക്കെ നമ്മൾ വെച്ച്, ഓക്കെ, ഡാറ്റ കളക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ കളക്ഷനെ ഓർഗനൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത്, ഓക്കെ, ദെൻ അതിൻ്റെ ബേസിസിൽ അനാലിസിസ് ചെയ്ത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് ആ അനലൈസ് ചെയ്തതിൽ നിന്ന് ഇൻ്റർപ്രിട്ടേഷൻ എടുത്ത് പിന്നീട് ഫൈൻഡിങ്സും സജഷൻസും ഒക്കെ കാണിച്ച് അങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു സ്കീമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഓർഗനൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് 30% മാർക്ക്, ദാറ്റ് ഈസ് 3 മാർക്ക് കിട്ടും. ക്ലിയർ? ദെൻ വൈവ വോസിക്ക് 3 മാർക്ക്. എന്താ ഈ വൈവ വോസി? വൈവ വോസി ഈസ് നത്തിങ് ബട്ട്, അല്ലേ, വാചാ പരീക്ഷ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ. നമ്മൾ ഡയറക്റ്റായിട്ട് സൂപ്പർവൈസിങ് ടീച്ചർ നമ്മുടെ ചില ചോദ്യങ്ങൾ ചോദിക്കും, അത് നമ്മൾ ഉത്തരം പറയും. ക്ലിയർ? അപ്പോൾ ഓറലായിട്ട് ചോദിക്കുന്ന ചോദ്യം ഉത്തരവാണ്. ഇതിനെയാണ് നമ്മൾ വൈവ വോസി എന്ന് പറയുക. ക്ലിയർ? വാചാ പരീക്ഷ എന്നാണ് പറയുക. വാചാ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് ചോദ്യം ചോദിക്കുന്നു, വാക്കുകൊണ്ട് നമ്മൾ നേരിട്ട് ഉത്തരം പറയുന്നു. ക്ലിയർ? അപ്പോൾ പ്രോജക്റ്റിനെയും ടോപ്പിക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, ഈ രീതിയിൽ 3 മാർക്ക് അല്ലെങ്കിൽ 30% കിട്ടും. ടോട്ടൽ 10 മാർക്ക് അല്ലെങ്കിൽ 100% മാർക്ക്. സോ ദിസ് ഈസ് അബൌട്ട് പ്രോജക്റ്റ് ഇവാലുവേഷൻ ഇൻറ്റേർണൽ. അതുപോലെ പ്രോജക്റ്റ് ഇവാലുവേഷൻ 80% മാർക്ക് വരുന്നത് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ്. ക്ലിയർ? അപ്പോൾ 40 മാർക്കും അതിൽ നിന്നാണ് വരിക. ഇത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക? സോ എക്സ്റ്റേണൽ ഇവാലുവേഷൻ will be done by an external examiner appointed by the university. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റുകൾ പുറമേയുള്ള പുറമേയുള്ളൊരു ടീച്ചർ, ആ ടീച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫാക്കൽറ്റി മെമ്പർ മറ്റേതെങ്കിലും കോളേജിൽ നിന്നായിരിക്കും വരിക. ക്ലിയർ? ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി ആയിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യും. ക്ലിയർ? എക്സ്റ്റേണലായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന താഴെ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ. ക്ലിയർ? ഇതിലും നമുക്ക് എന്ത് വേണം? ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം എന്ത് വേണം? P grade. ക്ലിയർ? P grade മീൻസ് വാട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ, 35% മാർക്ക് എങ്കിലും ഉണ്ടെങ്കിൽ 35 to 45% വരെയുള്ള മാർക്കിനെയൊക്കെ നമ്മൾ എന്ത് പറയുക? P grade എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ P grade എങ്കിലും മിനിമം വേണം. പാസ് ഗ്രേഡ് എന്നാണ് പറയാം. ഓക്കെ, സോ ഇവിടെയുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? റിലവൻസ് ഓഫ് ദ ടോപ്പിക്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്. ക്ലിയർ? നല്ല രീതിയിൽ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്കൊക്കെ റിലവൻസ് ഉണ്ട്, അല്ലേ, നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് കാലിക പ്രസക്തമാണ്, അല്ലേ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന റിസർച്ച് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, റിലവൻ്റ് ആണ്, റിലവൻറ്റ് ടു ദ സൊസൈറ്റി, റിലവൻറ്റ് ടു ദി കോഴ്സ് ഓഫ് സ്റ്റഡി. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിന് നമ്മൾ മാർക്ക് 20% മാർക്ക്. ക്ലിയർ? അപ്പോൾ ആകെയുള്ള 50 മാർക്കിൽ 20% മാർക്ക് നമുക്കതിൽ കിട്ടും. ഓക്കെ, 10 മാർക്കോളം അതിന് വരുന്നതാണ്. ദെൻ റിലവൻസ് ഓഫ് ദി ബിബ്ലിയോഗ്രഫി, റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, പ്രസൻറ്റേഷൻ, ക്വാളിറ്റി ഓഫ് അനാലിസിസ്, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ. ക്ലിയർ? ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അനദർ 20%, ദാറ്റ് ഈസ് 10 മാർക്ക് വീണ്ടും കിട്ടും. ക്ലിയർ? അപ്പോൾ അവിടെ എന്താ വരുന്നത്? ദാറ്റ് ഈസ് റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, ക്ലിയർ, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ, ക്വാളിറ്റി ഓഫ് അനാലിസിസ്. ക്ലിയർ? അപ്പോൾ മാർക്കിലെ കേസസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. 20% എക്സ്റ്റേണലാണ്. എക്സ്റ്റേണൽ എത്രയാണ്? 40 മാർക്കാണ്, അല്ലേ. അപ്പോൾ അതിന് 20% വരുമ്പോൾ ഇവിടെ എത്ര വരും? 4 + 4 8 മാർക്കാണ് ഇവിടെ വരിക.
ഇവിടെ വരുമ്പോൾ എത്ര വരും? 8 മാർക്ക് വരും. ക്ലിയർ? ഇവിടെ വരുമ്പോൾ എത്ര വരും? 12 മാർക്ക് വരും. ഇവിടെ 12 മാർക്ക്. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 20% ഓഫ് മാർക്ക് വിൽ ബി ഗിവൺ. ക്ലിയർ? ദെൻ ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻ. നമ്മൾ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്ത് അത് നല്ല രീതിയിലുള്ള ഫൈൻഡിങ്സ് റെക്കമെൻഡേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 12 മാർക്ക് കിട്ടും. വൈവ OC നമ്മുടെ അടുത്ത് നേരിട്ട് എക്സ്റ്റേണൽ വരുന്ന ടീച്ചറും ഇവാലുവേറ്റർ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും പ്രോജക്റ്റിനെ സംബന്ധിച്ച്. അതിന് നല്ല രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മാർക്ക് കിട്ടും. ക്ലിയർ? ദാറ്റ് ഈസ് 30% മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തപ്പെടുന്നത്. ഇപ്പോൾ പ്രോജക്റ്റൊക്കെ ആവുന്ന സമയത്ത് 6th സെമിസ്റ്റർ ആകുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരും. ക്ലിയർ? ഇനി നമ്മൾ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CU CBCSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോറമാണ്, ഒരു ഫെസിലിറ്റിയാണ്. ക്ലിയർ? എന്ത്? ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഓർ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. അപ്പോൾ കുട്ടികൾക്ക് ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമിസ്റ്റർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻറ്റേർണൽ അസസ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ചോ ഒക്കെ നമുക്ക് എന്ത് വരാം? പരാതികൾ വരാം, അല്ലേ? ഗ്രീവൻസസ് വരാം. ക്ലിയർ? പരിഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി, റിഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മെക്കാനിസം എക്സിസ്റ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ഒരു പരാതി വന്നാൽ അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ, ക്ലിയർ, മാർക്കിനെ സംബന്ധിച്ചൊരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? സോ ദ കമ്മിറ്റി ഷാൽ അഡ്രസ് ഓൾ ഗ്രീവൻസസ് റിലേറ്റിംഗ് ടു ദി ഇന്റേണൽ അസസ്മെന്റ് ഗ്രേഡ്സ് ടു സ്റ്റുഡൻറ്റ്. ക്ലിയർ? ഇന്റേണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രീവൻസ് റിഡ്രസൽസ് കമ്മിറ്റി പരിഹരിക്കും. ക്ലിയർ? അപ്പോൾ അതിന് പ്രധാനമായിട്ടും വരുന്ന 3 തരത്തിലുള്ള കമ്മിറ്റി, 3 ലെവൽസ് ഓഫ് കമ്മിറ്റിയാണുള്ളത്. ഒന്ന് നമ്മൾ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ കമ്മിറ്റി. ക്ലിയർ? ഇപ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു കമ്മിറ്റി ഉണ്ടാകും. ക്ലിയർ? ഡിപ്പാർട്ട്മെൻറ്റൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടാകും. മൈക്രോബയോളജി ആകുമ്പോൾ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടാകും. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ അവിടെയും ഇതുപോലുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഉണ്ടാവും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ള കംപ്ലയിൻസ് ആണ്. സോ കംപ്രൈസിങ് ഓഫ് എ കോസ്റ്റ് ടീച്ചർ, 1 senior teacher, and an elected representative of students, that is association secretary. സാധാരണഗതിയിൽ ഓരോ സബ്ജക്റ്റുകൾക്ക് എന്തുണ്ടാവും? അസോസിയേഷൻ സെക്രട്ടറി, സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ്. ക്ലിയർ? ഒരു കുട്ടിയാണ്. അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും. ക്ലിയർ? ആസ് മെമ്പേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ചെയർമാൻ. ക്ലിയർ? അപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരാണ് വരിക. ക്ലിയർ? നമ്മുടെ HOD, അതാത് ഡിപ്പാർട്ട്മെൻറ്റ് HOD ചെയർമാൻ ആയിരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ കമ്മിറ്റിയുടെ. അതുപോലെ തന്നെ കൺസേൺഡ് കോഴ്സ് ടീച്ചർ, നമുക്ക് ഏതിലാണോ, ഏത് വിഷയത്തിൻ്റെ പേപ്പറിലാണോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണോ, ഏത് കോഴ്സിൻ്റെ ഇൻ്റർണൽ മാർക്കിലാണോ കംപ്ലയിൻറ്റ് വരുന്നത്, ഗ്രീവൻസ് വരുന്നത്, ആ ടീച്ചർ അതിലൊരു മെമ്പറായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സീനിയർ ഫാക്കൽറ്റി മെമ്പർ അതിൽ മെമ്പറായിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അസോസിയേഷൻ സെക്രട്ടറി, സ്റ്റുഡൻസിൻ്റെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയുള്ള അസോസിയേഷൻ സെക്രട്ടറി ഇതിൽ അംഗമായിരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ കമ്മിറ്റിയിൽ അംഗമായിരിക്കും. ക്ലിയർ? അപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം കോസ്റ്റ് ടീച്ചറെയാണ് കാണിക്കുന്നത്. ക്ലിയർ? വെൻ എവർ വി ആർ ഹാവിങ് എ കംപ്ലയിൻറ്റ്, ക്ലിയർ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്രോച്ച് ദി കൺസേൺഡ് കോസ്റ്റ് ടീച്ചർ. അവിടെ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ HODക്ക് പരാതി നൽകാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റിയിൽ അത് വയ്ക്കും. ക്ലിയർ? എന്നിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ അറിയിക്കും. ക്ലിയർ? അതാണ് അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലും അത് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് കോൾഡ് കോളേജ് ലെവൽ. ഇപ്പോൾ കോളേജ് ലെവലിലെ കമ്മിറ്റി എന്താണ് വരുന്നത്? സോ ഇറ്റ് കംപ്രൈസിങ് ഓഫ് എ സ്റ്റുഡൻറ്റ് അഡ്വൈസർ, ഒരു കോളേജ് കോർഡിനേറ്റർ. ഇപ്പോൾ CBCSS ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടി ഓരോ കോളേജിലും ഒരു ഫാക്കൽറ്റി മെമ്പറെ അതിൻ്റെ ചാർജ് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് കോർഡിനേറ്റർ എന്നാണ്, കോളേജ് കോർഡിനേറ്റർ എന്നാണ് പറയുക. ക്ലിയർ? അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് അഡ്വൈസർ കോളേജിലുണ്ടെങ്കിൽ അവരും ആവാം. ക്ലിയർ? അപ്പോൾ സ്റ്റുഡൻറ്റ് അഡ്വൈസർ അല്ലെങ്കിൽ കോളേജ് കോർഡിനേറ്റർ അതിലുണ്ടാവും. 2 senior teachers, നമ്മൾ കോളേജിലുള്ള 2 പ്രധാനപ്പെട്ട സീനിയർ ടീച്ചേഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും. അല്ലെ 2 സ്റ്റാഫ് കൗൺസിൽ മെമ്പേഴ്സ്, സ്റ്റാഫ് കൗൺസിലിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. സ്റ്റാഫ് കൗൺസിൽ എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ഒരു ബോഡിയാണ്. പ്രിൻസിപ്പൽ അഡ്വൈസിന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ്, അഡ്വൈസറി ബോഡിയാണ്. അപ്പോൾ സ്റ്റാഫ് കൗൺസിലിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, കോളേജ് കൗൺസിലിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 2 ആൾക്കാരുണ്ടാവും. ആൻഡ് 1 shall be an elected member. ക്ലിയർ? അതിൽ ഒരാൾ എലക്റ്റഡ് മെമ്പർ ആയിട്ടുള്ള ആളായിരിക്കും അതിലുണ്ടാവുക. ക്ലിയർ? വേറൊരാൾ നോമിനേറ്റഡ് അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് വരുന്ന മെമ്പറും ഉണ്ടാവും. ക്ലിയർ? ആൻഡ് അൻ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സ്റ്റുഡൻറ്റ് യൂണിയൻ. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് യൂണിയനിൽ നിന്നും കുട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പ്രതിനിധി എന്ന ഭാഗമായി കോളേജ് യൂണിയൻ ചെയർപേഴ്സണോ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ ജനറൽ സെക്രട്ടറിയോ, ക്ലിയർ, ഇങ്ങനെ ഒരാൾ നമുക്ക് അതിലേക്ക് വരാം. ക്ലിയർ? അപ്പോൾ ചെയർപേഴ്സൺ ആയിരിക്കും മിക്കവാറും വരിക.
ആസ് മെമ്പേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ ആസ് ചെയർമാൻ. പ്രിൻസിപ്പൽ എന്തായിരിക്കും അതിൻ്റെ ചെയർമാനായിരിക്കും. അപ്പോൾ കോളേജ് ലെവലിലെ കമ്മിറ്റിയിൽ പ്രിൻസിപ്പൽ ചെയർമാനായിരിക്കും. സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോളേജ് യൂണിയൻ്റെ ചെയർമാൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് കോർഡിനേറ്റർ ഉണ്ടാവും. ക്ലിയർ. അതുപോലെ തന്നെ സ്റ്റാഫ് കൗൺസിലിനെ പ്രതിനിധീകരിച്ച് 2 മെമ്പേഴ്സ് ഉണ്ടാവും. ക്ലിയർ. ഇവരെല്ലാം കൂടി ചേരുന്നതാണ് എന്ത് പറയുന്നത്, അതുപോലെ 2 സീനിയർ ടീച്ചേഴ്സ്, കോളേജിലുള്ള 2 സീനിയർ ടീച്ചേഴ്സും. ഓക്കെ, ഇവരെല്ലാം കൂടി ചേർന്നതാണ് കോളേജ് ലെവൽ കമ്മിറ്റി. ഇവിടെയും നമുക്ക് പരാതി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് വീണ്ടും പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യൂണിവേഴ്സിറ്റി ലെവൽ കമ്മിറ്റിയെ അറിയിക്കുക. ക്ലിയർ. അപ്പോൾ അതനുസരിച്ച് യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി ഒരു ഡീൻ ഉണ്ട്. ഡീൻ ഓഫ് സ്റ്റുഡൻറ്റ് വെൽഫെയർ എന്നാണ് പറയുക. ക്ലിയർ. അപ്പോൾ അവർ കൺവീനറായി അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ ചേർത്തുകൊണ്ട് എന്തുണ്ടാവും? ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അത് യൂണിവേഴ്സിറ്റി ലെവൽ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 3 ടയർ സ്ട്രക്ചർ നമുക്ക് ഗ്രീവൻസ് റിഡ്രസലിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ. ഇനി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിക്ക് പുറമെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ നമ്മൾ ഈ CBCSSുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന കാര്യങ്ങൾ. ക്ലിയർ. ഒരുപക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല എങ്കിലും പറയാണ്. ക്ലിയർ. സോ അത് ടീച്ചേഴ്സിനും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അവിടെ ഉണ്ടാവും. ക്ലിയർ. എല്ലാ ടീച്ചേഴ്സും കൂടി ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും കൂടി ചേരുന്നതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ. അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ അവർ ഒന്നിച്ച് കൂടി ചേർന്നിട്ടാണ് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണിത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ. നമ്മുടെ കുട്ടികളുടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ, കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മൈക്രോബയോളജി ആണെങ്കിൽ മൈക്രോബയോളജി, അതാത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളുടെ CBCSS പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിക്കുന്നതിന് വേണ്ടി, ഇൻറ്റേർണൽ മാർക്കിനുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെ ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലിന് നിശ്ചയിക്കാം, അല്ലെങ്കിൽ HODക്ക് നോമിനേറ്റ് ചെയ്യാം. ക്ലിയർ. സോ എ ടീച്ചർ നോമിനേറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ to coordinate the works related to CBCSS. ക്ലിയർ. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റമായി ബന്ധപ്പെട്ട് കുറേയധികം വർക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ടീച്ചറായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ എന്ന് പറയുക. ക്ലിയർ. അത് ഉണ്ടാവും. ദെൻ ഫാക്കൽറ്റി അഡ്വൈസർ. ഫാക്കൽറ്റി അഡ്വൈസർ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, 5ാമത്തെ സെമസ്റ്റർ വരുന്ന സമയത്ത് ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്തുണ്ടാവും? ഒരു ചോയ്സ് അല്ലേ, അവരുടേതായിട്ടുള്ളൊരു ഇഷ്ടം അനുസരിച്ച് അവരുടെ സ്ട്രീമിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാം. ഇങ്ങനെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് അറിയണം അല്ലേ, എന്താണ് ഏതൊക്കെ കോഴ്സാണ് നല്ലത്, ഏതൊക്കെ കോഴ്സ് ഇവിടെ ഉണ്ട്, അതിലേതാണ് നല്ലത് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്ലിയർ, ഈ ഓപ്പൺ കോഴ്സ് എന്നാണ് അതിന് പറയുക. എന്തൊരു കോഴ്സാണ്? ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സിൻ്റെ സെലക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വൈസിങ്, അതുപോലെ ഓപ്ഷൻ ഫോം കളക്ട് ചെയ്യുക, ക്ലിയർ, അതനുസരിച്ച് സെലക്ഷൻ, ക്ലിയർ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരാളെ, ഒരു ഫാക്കൽറ്റി മെമ്പറെ ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ HODക്ക് നോമിനേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരാളെയാണ് ഫാക്കൽറ്റി അഡ്വൈസർ എന്ന് പറയുക. അവരെന്ത് ചെയ്യുന്നു? സോ ദിസ് ഫാക്കൽറ്റി അഡ്വൈസർ വിൽ അഡ്വൈസ് ദ സ്റ്റുഡൻസ് റിലേറ്റിംഗ് ടു ദി ചോയ്സ് ഓഫ് ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് സെലക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അഡ്വൈസ് ചെയ്യും. ക്ലിയർ. ഇതെല്ലാം നമ്മുടെ CBCSS റെഗുലേഷൻ അനുസരിച്ച് വേണ്ടി വരുന്ന കമ്മിറ്റികളാണ്. ഒരുപക്ഷെ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലേ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ CUSSP ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അല്ലേ. അതിനും നമ്മുടെ കുട്ടികളെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൗൺസിൽ അല്ലെങ്കിൽ HOD ഒരാളെ, ഒരു ഫാക്കൽറ്റി എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരെയാണ് നമ്മൾ എന്താ പറയുക? ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ. ക്ലിയർ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ, CUSSPയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററെ സമീപിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, 12 days വരെയുള്ള വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡ് ബുക്കിൽ സൈൻ വാങ്ങിക്കുക, ക്ലിയർ, അല്ലെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക, ഏതെല്ലാം വർക്ക് ചെയ്യണമെന്ന് അവർക്ക് കൺസൾട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് CUSSP ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ. അതുപോലെ തന്നെ CBCSS ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഗ്രീവൻസ് റിഡ്രസൽ, അഥവാ ഒരു ഗ്രീവൻസ് വരികയാണ്, ഒരു പരാതി വരികയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയും എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. ഇതെല്ലാം നമ്മുടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ട്. അപ്പോൾ കൊമേഴ്സിൽ ഇത്രയും കമ്മിറ്റികൾ ഉണ്ടാവും, ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, ഇത്രയും ഫോറംസ് ഉണ്ട്. ക്ലിയർ.
അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ഒരു മെക്കാനിസമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ ഉണ്ട്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാത് വിഷയങ്ങളിൽ അതാത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെക്കാനിസം ഉപയോഗിക്കാം. അറ്റ് ദി കോളേജ് ലെവൽ, ഇനി നമുക്ക് കോളേജ് ലെവലിലുള്ള കമ്മിറ്റീസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഒരു കോളേജ് കോർഡിനേറ്റർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ CBCSSുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ ഒരു ടീച്ചറെ നോമിനേറ്റ് ചെയ്യും. കോളേജ് കൗൺസിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ. സോ ദി എഫക്റ്റീവ് റണ്ണിങ് ഓഫ് ദി പ്രോസസ് ഓഫ് CBCSS ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിനാവശ്യമായുള്ള അഡ്വൈസൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേറ്ററാണ് കോളേജ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ. സോ ഇൻക്ലൂഡിങ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ അണ്ടർടേക്കൺ ബൈ ദി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻറ്റേർണൽ ഇവാലുവേഷനൊക്കെ ചെയ്യുന്നുണ്ടോ, അസൈൻമെൻറ്റ്, സെമിനാർ, ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ടോ അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ ചെയ്യണം, അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം, ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം. ക്ലിയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളൊരു നോമിനേറ്റഡ് ടീച്ചറായിരിക്കും കോളേജ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ. ദെൻ കോളേജ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. CBCSSൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവും. ക്ലിയർ. അത് കോളേജ് ലെവലിൽ മാത്രം ഉള്ളതാണ്. സോ എ മോണിറ്ററിംഗ് കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ CBCSS at the college level with the principal as chairperson, college coordinator as convener and department coordinators as members. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റേഴ്സും കോളേജ് കോർഡിനേറ്ററും അതുപോലെ തന്നെ പ്രിൻസിപ്പലും ചേർന്നാണ് ഈ ബോഡി എന്ന് പറയുന്നത്. സോ the elected college union chairperson shall be a member of this committee. ഈ കമ്മിറ്റിയിൽ ആർക്കൂടെ വരാം? സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ചെയർപേഴ്സൺ, ചെയർമാൻ അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന ചെയർമാന് പങ്കെടുക്കാം. ഓക്കെ, ഇത് കോളേജ് ലെവലിലുള്ള ഒരു കമ്മിറ്റിയാണ്. ദെൻ CUSSP കോളേജ് ലെവൽ കോർഡിനേറ്റർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൻ്റെ കോളേജിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കോളേജ് ലെവൽ കോർഡിനേറ്റർ ഉണ്ടാവും. അതുപോലെ CBCSS കോളേജ് ലെവൽ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, അഥവാ ഒരു കംപ്ലൈൻറ്റ് അല്ലേ കോളേജ് ലെവലിലെ പ്രിൻസിപ്പലിന് കിട്ടുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കോളേജ് ലെവലായിട്ടുള്ള ഒരു ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അത്തരത്തിലുള്ളൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നതാണ്. ഇതെല്ലാം കോളേജ് ലെവലിൽ വരുന്ന കമ്മിറ്റികളാണ്. അപ്പോൾ ഇതും കുട്ടികൾ അറിഞ്ഞിരിക്കുകയാണ്, വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കൂടുതൽ നമുക്ക് അറിയണം, കൂടുതൽ നമ്മൾ ഡീപ്പിലേക്ക് ഇതിൽ പോകേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇത് മാത്രമല്ല നമ്മൾ CBCSS റെഗുലേഷനിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതാണ് നമ്മൾ ഈ 2, 3, 4 വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ എന്താണ് CBCSS അല്ലേ, ചോയ്സ് എന്താണ്, ചോയ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്താണ്, കോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, അതുപോലെ തന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, സെമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ. അതുപോലെ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും, എത്രമാത്രം കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഏകദേശം 30ഓളം കോഴ്സ്, 32 കോഴ്സുകളാണ് പഠിക്കുക. BCom സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ 30 കോഴ്സോളം പഠിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ട്രീംസിൽ വരുന്ന BSc ഒക്കെ ആണെങ്കിൽ 32 ആ രീതിയിൽ പഠിക്കുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ കോഴ്സസ് നമ്മൾ പഠിക്കുന്നു. ക്ലിയർ. നമ്മൾ എൻറ്റയർ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ 6 സെമിസ്റ്ററിലായിട്ട് ഇത്രയും പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇത്രയും കോഴ്സസ് വിഷയങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ മാർക്കിംഗ് എങ്ങനെയാണ്, ഇവാലുവേഷൻ എന്താണ്, ഇൻറ്റേർണൽ എങ്ങനെയായിരിക്കും, എക്സ്റ്റേണൽ എങ്ങനെയായിരിക്കും, ക്ലിയർ, ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ എന്താണ്, അറ്റൻഡൻസിൻ്റെ പ്രത്യേകത എന്താ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കി സ്പെഷ്യലൈസ്ഡ് ആയുള്ള 1-2 പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് CBCSSൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലിയർ. തുടർന്ന് നമുക്ക് കൂടുതൽ നമുക്ക് ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് വരികയാണെങ്കിൽ മറ്റൊരു സെഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പോസിബിളി പറ്റുമെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പിന്നീട് വേറൊരു ദിവസം അനൗൺസ് ചെയ്യും. ആ സമയത്ത് നമുക്കൊരു മീറ്റിലൂടെ ഓൺലൈനായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. PDF എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. വീഡിയോസ് നിങ്ങൾ വ്യൂ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. ഡൗട്ട് വരുന്ന കേസസ്, നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, ഡൗട്ട്ഫുൾ ആണ്, അല്ലെങ്കിൽ അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്താണ് കാര്യം, എങ്ങനെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക, മാർക്ക് എങ്ങനെയായിരിക്കും വരിക, അങ്ങനെ എന്തെങ്കിലും പിന്നീടും ഫർദർ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ എപ്പോഴാണോ അങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് വരുന്നത്, ക്ലിയർ, ആ സമയത്ത് നമുക്കതിനെക്കുറിച്ച്
ഡെലിബറേറ്റ് ചെയ്യാം. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ പരീക്ഷാ ഭവൻ എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് റെഗുലേഷൻസിനെ കുറിച്ചുണ്ടാകും. ഓക്കെ, അതിൽ UG റെഗുലേഷൻ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫുൾ കോപ്പി ഓഫ് ദി റെഗുലേഷൻ. അപ്പോൾ അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അത് വായിച്ച് നോക്കുക. ഓക്കെ, സോ താങ്ക് യു.